കൊല്ലം കടക്കലിൽ വൻ മയക്കുമരുന്ന് വേട്ട 5 കോടി രൂപയോളം വില വരുന്ന പാൻ മസാല ശേഖരവും കഞ്ചാവുമാണ് പിടികൂടിയതെന്ന വാർത്തയാണ് വരുന്നത്. ബംഗളൂരു വഴി കൊണ്ടുവന്ന ലഹരിയാണ് പിടിച്ചെടുത്തത്. വാഹനം ഓടിച്ച ബഷീർ എന്നയാളെ കസ്റ്റഡിയിലെടുത്തു. ദിലീപ് ദേവസ്വം നൽകും വിശദാംശങ്ങൾ. ദിലീപ്, ഇത് ചെറിയ തോതിലല്ല, വലിയ തോതിലുള്ള കഞ്ചാവ് വേട്ടയാണ് നടന്നിരിക്കുന്നത്. എപ്പോഴാണ്, എവിടെ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്? ആര്യാസുതി, ലഹരിക്കെതിരെ കേരളം മുഴുവൻ കൈകോർക്കുമ്പോഴാണ് വലിയൊരു ലഹരി വേട്ട കൊല്ലം ജില്ലയിലെ കടക്കലിൽ നടന്നിരിക്കുന്നത്. ഇന്ന് രാത്രി 10:30 കൂടിയാണ് ഈ ലഹരി ഇവിടേക്ക് കൊല്ലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പരിശോധന നടത്തി വന്നപ്പോൾ പാൻ മസാലയുടെ ശേഖരവും കഞ്ചാവുമാണ് പിടികൂടിയത്. ഏകദേശം 5 കോടി രൂപയോളം, അതായത് ലോറിയിൽ നിന്ന് ലഹരി ഇറക്കി പരിശോധിച്ച് വരിക മാത്രമാണ് ചെയ്തത്. അത് പൂർണ്ണ തോതിൽ അതിന്റെ അളവുകൾ തിട്ടപ്പെടുത്താനോ എത്ര കോടി രൂപയുടെ മുതൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. ഒറ്റനോട്ടത്തിൽ ഏകദേശം 5 കോടി രൂപയുടെ ലഹരി ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീർ പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ലഹരിയാണെന്നാണ് ഇദ്ദേഹം പോലീസിന് നൽകിയ മൊഴി. ഇപ്പോൾ പോലീസ് ഈ വാഹനത്തിൽ നിന്ന്, അതായത് ഈ ചരക്ക് വെള്ളച്ചാക്കുകളിൽ നിറച്ച ഈ ലഹരി മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടി നടത്തുകയാണ്. എന്തായാലും വലിയൊരു ലഹരിയാണ് ഇപ്പോൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്. ഏകദേശ കണക്ക് മാത്രമാണ് 5 കോടി രൂപ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം തിട്ടപ്പെടുത്തി ഇത് എവിടുന്ന് കൊണ്ടുവരുന്നു, ഇതെന്തൊക്കെയാണ്, ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാസലഹരി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരികളുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിക്കുന്നു. ഇപ്പോൾ പോലീസ് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അത് പാൻ മസാല ശേഖരവും കഞ്ചാവുമാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. മറ്റത് പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തി മറ്റെന്തെങ്കിലും ലഹരി ഉണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുന്നു. ഈ കഞ്ചാവിനും പാൻ മസാലയ്ക്കുമാണ് ഇപ്പോൾ 5 കോടി രൂപയുടെ വില മതിപ്പ് പോലീസ് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഞ്ചേരി സ്വദേശിയായ ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്, ഇത് എവിടെ നിന്ന്, ബംഗളൂരിൽ നിന്ന് എവിടുന്ന് കിട്ടി ഇത്രയും തോതിലുള്ള ലഹരി, ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇത് ആർക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പോലീസിന് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും തന്നെ കേരളം ഒന്നടങ്കം ഈ ലഹരിക്കെതിരെ വേട്ടയാടുമ്പോൾ, ലഹരിക്കെതിരെ പോരാടുമ്പോൾ, ലഹരിയുമായി വലിയൊരു ലോറി കേരളത്തിലേക്ക് എങ്ങനെ എത്തി, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ ഏത് വഴിയെല്ലാം കടന്നു വന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഇനി പോലീസിനും അതുപോലെ തന്നെ എക്സൈസിനും പരിശോധിക്കേണ്ടതുണ്ട്. അത്രമേൽ വലിയ ഒരു ലോറി നിറച്ചും ലഹരി എങ്ങനെ കൊല്ലം വരെ എത്തി ബംഗളൂരുവിൽ നിന്ന് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. ആര്യാസുതി, തീർച്ചയായിട്ടും അതെ, ദിലീപ് പറഞ്ഞ പോലെ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു ലഹരി വേട്ട നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കൊല്ലം കടക്കലിലാണ് മയക്കുമരുന്നുമായി ശേഖരവുമായി പിടികൂടിയിരിക്കുന്നത്. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.